പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മുമ്പ് പറഞ്ഞല്ലോ, നമ്മളെ വൈഫ് വേറൊരു മുറി കിടന്നുറങ്ങുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. അതിൽ എന്തുകൊണ്ടാണ്, അവള് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഞങ്ങളിപ്പം 4 മാസത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിൽ തന്നെ ഹോളി ക്രോസ് ഹോസ്പിറ്റൽ കൊട്ടിയം, അവിടെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഇന്നിപ്പോൾ ചെക്കപ്പിനായിട്ട് നമ്മൾ പോവുകയാണ് രാവിലെ. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ സ്ക്രീനിൽ മൊത്തം ഓക്കെ. നമ്മൾ പോയിട്ട് വരട്ടെ. നമ്മൾ എവിടെ പോവേന്നറിയോ? ഇവിടെ കാണുമോ? പുറത്ത് പോയിരുന്ന് പഠിക്കുമോ? ഓക്കെ, നമ്മൾ പോയിട്ട് ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് വരാം. നമ്മൾ ഈ കാറിലാണ് പോകുന്നത് സുഹൃത്തുക്കളെ. നമ്മുടെ വണ്ടിയാണ്. ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നതായിരിക്കും. ഉണ്ടോ? കൊണ്ടുവരുമോ? എടുക്ക. അയ്യോ, അത് പ്ലാസ്റ്റിക്. വണ്ടിയുടെ ഗ്ലാസ് മൊത്തം ഒരു ശേഷം മങ്ങി വെള്ളം പറ്റിയിരിക്കുന്നു. അപ്പൊ ഇത് ഫുള്ള് കുളമായിരിക്കും. നമ്മളിന്ന് അവിടെ 5ാമത്തെ നമ്പരാണ്. പക്ഷെ എനിക്ക് തോന്നുന്നൊരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ നമ്പരാവും. അപ്പോൾ ഡോക്ടറെ കാണാൻ എന്തായാലും ഒരു 5 മിനിറ്റ് ഡോക്ടറെ അടുത്തിരിക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി നമ്മൾ മെഡിസിനൊക്കെ മേടിച്ചതിന് ശേഷം വരും. എന്തായാലും ഒരു 10-12 മണിയാവും തിരിച്ചു വരുമ്പോൾ. റോഡ് മൊത്തം പ്രശ്നം, അതേ ഉള്ളൂ ഇപ്പം കുഴപ്പം. റോഡ് ഫുള്ള് കുളമായി കിടക്കുന്നതുകൊണ്ട് വണ്ടി ഭയങ്കര സ്ലോയിലേ പോകും. അങ്ങനെയാണ്. പിന്നെ ടയറിനകത്താണെന്നല്ല കല്ലുവല്ലും കയറി ആകെ പ്രശ്നവും. അങ്ങനെയൊക്കെയാണ്. നമ്മുടെ ഒരു താമരപ്പൂവുണ്ടല്ലോ, എല്ലാം മഴയത്ത് ഭയങ്കര കാറ്റായിരുന്നു. കാറ്റിലെല്ലാം ഇങ്ങനെ ആടി ഒളിഞ്ഞ് തറയിലൊക്കെ വീണ ഒരു പരിപാടികളൊക്കെ. ഇതിനിടയ്ക്ക് ഒരെണ്ണം ഇങ്ങനെ വിരിഞ്ഞിപ്പോട്ട് ഞാൻ കാണിച്ചു തരാം. രാവിലെ വിരിഞ്ഞിരിക്കുക. ഗേറ്റ് തുറക്കണം. ഗേറ്റ് തുറന്ന് അവള് തന്നെ തുറന്നിട്ട് തിരിച്ചിറങ്ങി അടയ്ക്കും. ഇതിനിടയ്ക്ക് എണ്ണ അടിക്കേണ്ടി വന്നു. നമ്മൾ എണ്ണ അടിച്ചു കഴിഞ്ഞില്ല. അവർ വിചാരിക്കും വേറെ വല്ല ഇതാന്ന് വിചാരിക്കും. ായിട്ട് നമ്മൾ, അതായത് ചെറിയൊരു വണ്ടി പാച്ചാണ്. അപ്പം ടയർ പഞ്ചറായിരിക്കുക. ബാക്കി പിന്നെ കുറച്ച് നാളായി. ഒരു ദിവസം വൈകിട്ട് ഉച്ച കഴിഞ്ഞ് കണ്ടാന്ന് തോന്നുന്നു. വൈകിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം പോലീസ് തിരിച്ചു വിടുന്നുണ്ട്. പക്ഷെ പിറ്റേന്നാരാന്ന് പറഞ്ഞത് ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോയിരുന്നു എന്തോ സാധനം. അവര് ആ വണ്ടിയിൽ നിന്ന് വീണെന്നാ പറഞ്ഞത്. ഇനി ചിലപ്പോ നമ്മള് തിരക്കിലുണ്ടായിരിക്കല്ലേ. തിരക്കാണെങ്കിൽ ഇവിടെ എല്ലാം നല്ല തിരക്കായിരിക്കും വരുന്നത്. അവിടെ പണ്ട് ഒരു തമിഴിനെ പോലൊരു ആളായിരുന്നു. പണ്ട് ഞാൻ കാശിമാട്ടി മുസ്ലിംസിലായിരുന്നു. ഈ ഹൈറ്റിൽ നിന്നാണ് വീണത്, മുകളിൽ നിന്ന്. പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. നമുക്കൊരു TTയുടെ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. പിന്നെ കുറച്ച് മെഡിസിനൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സമയം 3 മണിയോളമായി. അപ്പോൾ തിരിച്ചെല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി വീട്ടിലേക്ക് പോകണം. ഇനി നമ്മൾ 18-ാം തീയതി നമുക്ക് വീണ്ടും അടുത്ത ഒരു ചെക്കപ്പിനായിട്ട് വരണം. എന്തായാലും നമ്മൾ തിരിച്ചു പോവുകയാണ്. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.